എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ളൊരു ചെടിയാണ് ശംഖുപുഷ്പം. ഈ ശംഖുപുഷ്പം 2 നിറത്തിൽ കാണാറുണ്ട്. ഒന്ന് നീല നിറവും ഒന്ന് വെള്ള നിറവും. പഴയ കാലത്ത് ധാരാളമായിട്ട് തൊടി പറമ്പൊക്കെ ഉള്ള ആ ഒരു കാലത്ത് ധാരാളം നമ്മുടെ തൊടികളിലൊക്കെ നിറഞ്ഞ് പൂത്ത് നിന്നിരുന്നൊരു ചെടിയാണ് ഈ ശംഖുപുഷ്പം. എന്നാൽ ഇന്ന് പഴയ പോലെ തൊടികളൊന്നും തന്നെ ഇല്ല, വേലികളും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പൂവ് കണി കാണുന്നത് തന്നെ വളരെ ദുർലഭമാണ്. അപ്പോൾ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ചെടിയാണ്. ആരോഗ്യപരമായിട്ടുള്ള പല ഗുണങ്ങളും ഈ ശംഖുപുഷ്പത്തിനുണ്ട്. വളരെയധികം മരുന്നുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ശംഖുപുഷ്പം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ശംഖുപുഷ്പം നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടെങ്കിൽ നമുക്കുണ്ടാവുന്ന ആ ഒരു ഭാഗ്യത്തെക്കുറിച്ചാണ്. വളരെയധികം വിഷ്ണു ഭഗവാനാവട്ടെ, ഇനി ശ്രീകൃഷ്ണനാവട്ടെ, അതുപോലെ തന്നെ മഹാലക്ഷ്മിക്കാവട്ടെ, അയ്യപ്പസ്വാമിക്കാവട്ടെ വളരെ പ്രിയപ്പെട്ട പൂവാണ് ശംഖുപുഷ്പം. അമ്പലത്തിൽ നിന്നൊക്കെ നമുക്ക് പ്രസാദമായിട്ട് പൂവും ചന്ദനമൊക്കെ തരില്ലേ, ആ കൂട്ടത്തിൽ ഒരു ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തോ ഒരു നല്ല കാലം വരാനിരിക്കുന്നു എന്ന് നമ്മളോട് പറയുകയാണ് ഭഗവാൻ. അങ്ങനെയാണ് സങ്കല്പം. അപ്പോൾ അത്ര വിശേഷപ്പെട്ട ഒരു പുഷ്പമാണ് ശംഖുപുഷ്പം. ഇന്ന് പലയിടത്തും അന്യം നിന്ന് പോയൊരു ചെടി കൂടിയാണ് ഈ ശംഖുപുഷ്പം. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഈ ശംഖുപുഷ്പം വെച്ച് പിടിപ്പിക്കുക വഴി പലതരത്തിലുള്ള മാറ്റങ്ങളും കുടുംബത്തിനുണ്ടാവും. നമ്മുടെയൊക്കെ സാമ്പത്തിക നില വളരെയധികം നല്ല രീതിയിൽ മാറ്റം നമുക്കൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഭക്തിപരമായിട്ടുള്ള നമ്മുടെ കുട്ടികളാവട്ടെ, നമ്മുടെ വീട്ടിലെ മറ്റാളുകളാവട്ടെ, അവർക്കൊക്കെ ഒരു പുതിയ ഉണർവ്, ഇനി വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് പോലും വിശ്വാസം ഉണ്ടാവാൻ തുടങ്ങും. ഭഗവാനെ നിരന്തരം പ്രാർത്ഥിക്കാനുള്ള ഒരു ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ടാവും. അത്രയേറെ വിശേഷമാണ് ഈ പൂവ് നമ്മുടെ വീട്ടിൽ വിരിഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് ശംഖുപുഷ്പത്തിൻ്റെ ചെടി എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ അതൊന്ന് വെച്ച് പിടിപ്പിക്കുക വളരെ വിശേഷമാണ്. ഈ ഒരു ചെടി ഇപ്പോൾ നഴ്സറികളിൽ പോലും വാങ്ങാൻ കിട്ടുന്നുണ്ട്. പണ്ട് ഇതൊന്നും നഴ്സറിയിലൊന്നും കിട്ടാത്ത സാധനങ്ങളായിരുന്നു. കാരണം എല്ലായിടത്തും ഉള്ള ഒരു സാധാരണയായിട്ട് ഉണ്ടാവാറുള്ള ഒരു ചെടി ആയതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ട് ഈ ഒരു ചെടി എവിടുന്നെങ്കിലും നിങ്ങൾക്കൊക്കെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ശംഖുപുഷ്പത്തിൻ്റെ ഒരു ചെടി നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത്, വടക്ക് ഭാഗത്ത് വെക്കുന്നതാണ് വളരെയധികം വിശേഷം. ഇനിയിപ്പോൾ അതല്ല, എവിടെയാണോ സൗകര്യം വെച്ചാൽ അങ്ങനെയുള്ള ഒരു സ്ഥലം നോക്കിയിട്ട് ഈ ഒരു ചെടി വെച്ച് പിടിപ്പിക്കൂ. ഇനിയിപ്പോൾ നീലയായാലും വെള്ളയായാലും കുഴപ്പമില്ല. 2 ചെടിയാണെങ്കിലും ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൻ്റെ ഉമ്മർത്ത് വിരിഞ്ഞു നിൽക്കുന്നത് അത്രയേറെ ഐശ്വര്യപ്രദായകമാണ്. നമ്മൾ പറയാറില്ലേ, വീട്ടിൻ്റെ ഉമ്മർത്ത് ഒരു മാവ്, ഒരു വേപ്പ്, ഒരു തെങ്ങ് ഒക്കെ ഉണ്ടാവുന്നത് വളരെ വിശേഷമാണെന്ന്. അതുപോലെ തന്നെയാണ് ചില പൂക്കളും. തെക്ക് ഭാഗത്ത് നിറയെ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്നത്, മഞ്ഞ മുളകൾ വെച്ച് പിടിപ്പിക്കുന്നതൊക്കെ വളരെ വിശേഷമാണ്. അതുപോലെയാണ് ഈ ഒരു ചെടിയുടെ കാര്യം. അതുപോലെ നിരവധിയായിട്ടുള്ള ചെടികളുണ്ട്. ഇപ്പോൾ ചില സ്ഥലങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ച് സാധനങ്ങളെ വെക്കാൻ പറ്റുള്ളൂ. ഈ ശംഖുപുഷ്പമൊക്കെ തീർച്ചയായിട്ടും ഒരു ചെറിയ ചട്ടിയിൽ വെച്ച് കൊടുത്താൽ വളർന്ന് ഒരു കയറൊക്കെ കെട്ടിക്കൊടുത്താൽ മുകളിലേക്ക് പടർന്നു പോകുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് അതൊക്കെ ചെറിയൊരു ചട്ടി മതി. അതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തുളസി എന്തായാലും നമ്മൾ വെക്കുമല്ലോ, ആ കൂട്ടത്തിൽ ഒരു ചെറിയ ചട്ടിയിലെ ശംഖുപുഷ്പത്തിൻ്റെ ഒരു ചെടിയും കൂടി വാങ്ങിയിട്ട് നട്ട് വളർത്തി നോക്കൂ. വളരെ മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങൾ, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജ്ജം നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറുന്നതായിട്ട് നമുക്ക് തോന്നും. നമ്മൾ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ചിലപ്പോൾ അതിൽ വലിയ എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പഴയ കാലത്തെ ആൾക്കാർ ഇങ്ങനെ പല കാര്യങ്ങളും പറയാറുള്ളത്. ഇപ്പോൾ പഴമയുടെ ആ ഒരു പഴയ ആൾക്കാരുടെ കാര്യങ്ങളോ അവർ ശീലിച്ചു പോകുന്ന ആചാരങ്ങളോ ഒന്നും തന്നെ പുതിയ ആൾക്കാർ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് വളരെയധികം വേദന ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈ കാര്യം നമുക്ക് ചെയ്തു നോക്കാം. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവാതിരിക്കില്ല. തീർച്ചയായിട്ടും ഭഗവാന്റെ ഐശ്വര്യം നമ്മളെ കുടുംബത്തിനുണ്ടെങ്കിൽ ആ ഒരു വീട്ടിൽ ഇത്തരം ചെടികളൊക്കെ ധാരാളമായിട്ട് തഴച്ച് വളരും, ധാരാളമായിട്ട് പൂക്കളിടുകയും ചെയ്യും. ഇങ്ങനെ പൂക്കളിടുമ്പോൾ അമ്പലത്തിൽ കൊണ്ട് കൊടുക്കാം, അതല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ പൂജാമുറിയിൽ ഭഗവാനായിട്ട് സമർപ്പിക്കാം. അതൊക്കെ നമുക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിന് ചെയ്യുക വഴി ഏറ്റവും ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന, ഏറ്റവും ശ്രേയസ്സുള്ള, അഭിവൃദ്ധിയുള്ള ഒരു കുടുംബമായിട്ട് നമ്മുടെ കുടുംബം മാറും. അതുതന്നെയല്ലേ നമ്മുടെ ആഗ്രഹവും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്തരം ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ കുടുംബത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി നോക്കൂ. അത് എന്തുകൊണ്ടും നമ്മുടെ സമാധാനവും സന്തോഷവും വർദ്ധിപ്പിക്കുക മാത്രമേ ഉള്ളൂ. എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഓരോ കുടുംബത്തിലും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.